പലരും വീഡിയോ കണ്ടിട്ടാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഒരു ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൂടുതൽ വാങ്ങിക്കാനുള്ള ചില വിദ്യകൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആണ് എന്ന വ്യാജേന സ്ട്രെയിറ്റനിങ് ചെയ്ത് വിടും. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ സമയത്തേക്ക് രക്ഷപ്പെടും, പക്ഷേ അവരറിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ പറ്റിച്ചല്ലോ അല്ലെങ്കിൽ അതൊരു വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉൾക്കൊള്ളാനായിട്ട്. പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ്സിനാണ് നന്നാവുക. ഹായ്, എല്ലാവർക്കും ഇന്ന് മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും സംശയം ചോദിക്കുന്നതുമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. അത് കെരാറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കെരാറ്റിൻ എങ്ങനെ ചെയ്യണം, കെരാറ്റിൻ എന്തിനാണ് ചെയ്യണത്, കെരാറ്റിനും സ്ട്രെയിറ്റനിങ്ങും ഒന്നാണോ, അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ സ്മൂത്തനിങ്ങിന് പകരമാണോ കെരാറ്റിൻ? ഇത്തരത്തിലുള്ള കുറേയേറെ സംശയങ്ങളുമായിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെരാറ്റിൻ എന്തിനാണ് ചെയ്യുന്നത് എന്ന് സത്യത്തിൽ ചെയ്യുന്ന ക്ലയൻറ്റിന് അറിയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് എന്നെ കുറേ ആളുകൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തിനാണ് നമ്മൾ കെരാറ്റിൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോണേ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നമ്മുടെ വീഡിയോയിൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അവർക്ക് കൂടി അത് ഉപകാരപ്പെടും. ഒത്തിരി ആളുകൾക്ക് ചാനൽ ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒപ്പം നമ്മൾ എന്താ പറയുക, ഇതൊരു ഷോപ്പാണ്. കോസ്മെറ്റിക്സ്, ബ്യൂട്ടി പാർലർ, ഫർണിച്ചർ, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നൊരു ഷോപ്പാണ്. പലരും ചിലർ വിചാരിക്കാറുണ്ട് സലൂണാണെന്ന് വിചാരിക്കാറുണ്ട്, ചിലർ വിചാരിക്കും ബ്യൂട്ടി സ്കൂളാണെന്ന് വിചാരിക്കാറുണ്ട്. ഇതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഒരു ഷോപ്പാണ്. അപ്പോൾ ഞാൻ കെരാറ്റിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയണത്, ശരിക്കും കെരാറ്റിൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെയറിലും അതുപോലെ തന്നെ പല്ലിലും നഖത്തിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. അതല്ലാതെ അത് ഒരു സെപ്പറേറ്റായിട്ട് ഉണ്ടാകുന്നൊരു സാധനമല്ല. പക്ഷേ എന്താ വെച്ചാൽ, നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്യുന്നത് കൊണ്ട് അത് കാലക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതോടെ ഈ വാഷിങ്ങിൻ്റെ ഒക്കെ ഫലമായിട്ട് നമ്മുടെ ഹെയറിൽ നിന്ന് ഈ കെരാറ്റിൻ ലൂസായി പോകും. ആ കെരാറ്റിൻ വീണ്ടും ഫില്ല് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കെരാറ്റിൻ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ക്ലയൻറ്റും അറിയണം, ഇനി അറിയില്ലാത്ത സലൂൺകാരുണ്ടെങ്കിൽ അവരും അറിയണം. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആളുകൾ നമ്മുടെ ചാനലിൽ ഇത് കണ്ടിട്ട് ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പക്ഷേ എൻ്റെ ഡാൻഡ്രഫ് പോയില്ല. അതുപോലെ തന്നെ ചിലർ, എനിക്ക് ഭയങ്കര ഹെയർ ഫോളായിരുന്നു, ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് ഹെയർ ഫോൾ നിൽക്കണില്ല, കൂടി. അപ്പോൾ ആക്ച്വലി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിനൊന്നും ഉള്ളതല്ല. നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർസ് അല്ലെങ്കിൽ ഫ്രിസ്നെസ് ഉള്ള ഹെയറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ഒരു നാച്ചുറൽ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അല്ലാതെ ഇത് പലരും ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ ഹെയർ ഫോളിനുള്ള ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയൊന്നുമല്ല. ഓക്കെ, പിന്നെ ചില സലൂണുകളിൽ ചിലരെങ്കിലും കാണുന്നുണ്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആണ് എന്ന വ്യാജേന സ്ട്രെയിറ്റനിങ് ചെയ്ത് വിടും. അപ്പോൾ ആ ക്ലയൻറ്റ് പിന്നെ ചിലപ്പോൾ ഒത്തിരി ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ കുറേ ആളുകൾ വിളിച്ചതുകൊണ്ട് പറയുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനൽ കണ്ടിട്ടാണ് ഒട്ടുമിക്ക ആളുകളും കെരാറ്റിനെ കുറിച്ച് ചോദിച്ചിട്ട് വിളിക്കുക. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കെരാറ്റിൻ ചെയ്തു പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, ഈ പ്രശ്നം ഉണ്ടായി. അവരോട് ചോദിച്ചു വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് സ്മൂത്തനിങ്ങോ അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ്ങോ ചെയ്തിട്ടുണ്ടാവുക, കെരാറ്റിനുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ളത്. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ സമയത്തേക്ക് രക്ഷപ്പെടും, പക്ഷേ അവരറിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ പറ്റിച്ചല്ലോ അല്ലെങ്കിൽ അതൊരു വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉൾക്കൊള്ളാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവരോട് പറയുക. പിന്നെ നമ്മുടെ ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നൊന്ന് അവരോട് ചോദിക്കുക. ഒട്ടുമിക്ക ആളുകളുടെയും ചിന്താഗതി നമ്മുടെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്മൂത്തൻ ചെയ്യുന്നതിന് പകരമുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. ഇതാണ് പലരുടെയും ചിന്താഗതി. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമേ അല്ല. സ്ട്രെയിറ്റനിങ്ങിനോ സ്മൂത്തനിങ്ങിനോ പകരമല്ല കെരാറ്റിൻ. അപ്പോൾ അതുകൊണ്ട് ക്ലയൻറ്റിനോട് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ മനസ്സിലുണ്ടാവുക ഇതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും?
നിങ്ങളിത് കെരാറ്റിൻ ചെയ്തു കൊടുത്തു കഴിയുമ്പോഴാണ് ക്ലയൻറ്റ് കംപ്ലയിൻറ്റ് പറയുന്നത്. പ്രത്യേകിച്ചും വീഡിയോയിലൊക്കെ കാണുമ്പോൾ ക്ലയൻറ്റിൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഇനീഷ്യലി അയൺ ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലുക്ക് കണ്ടിന്യൂ കിട്ടും എന്നുള്ള. പലരും വീഡിയോ കണ്ടിട്ടാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. സത്യത്തിൽ അത് എന്തിനാണ് ചെയ്യണമെന്ന് പലരും ചിന്തിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മുടിയുടെ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ആ ഭയങ്കര ഫ്രിസ്നെസ്സൊക്കെ ഉള്ള ഇതൊക്കെ കണ്ടീഷനൊക്കെ മാറിയിട്ട് നമുക്ക് വളരെ നാച്ചുറലായിട്ട് നല്ല സ്മൂത്തായിട്ട് ഷൈനി ആയിട്ടുള്ളൊരു ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾ ക്ലയൻറ്റിനോട് ഇത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കണം. പലരും വന്നിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോയെന്നാണ് ചോദിക്കുക, അത് എന്തിനാണെന്ന് പറയാറില്ല. അപ്പോൾ അഥവാ അങ്ങനെ വരുന്ന ഒരു ക്ലയൻറ്റിന് ഒരു കാരണവശാലും നിങ്ങൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് സ്ട്രെയിറ്റനിങ് ചെയ്യരുത്. കെരാറ്റിൻ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലയൻറ്റിനോട് ചോദിക്കുക. നമ്മൾ ഇതിനു മുന്നേ എന്താണ് കൺസൾട്ടേഷൻ എന്നും പറഞ്ഞിട്ട് ആ കൺസൾട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. അപ്പോൾ ആ കൺസൾട്ടേഷൻ നടക്കുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് സ്ട്രൈറ്റനിങ്ങിന് പകരമല്ല, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് ഒരു ക്ലയൻറ്റിന് മുടി സ്ട്രെയിറ്റ് ആയാൽ മതിയെങ്കിൽ ഒരിക്കലും കെരാറ്റിൻ കൊണ്ടാവില്ല. കാരണം ഇനി അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഈ വക കാര്യങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഈ പറയുന്ന ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഹെയർ ഫോളോ ഇനി അതും അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ്ങിന് പകരമോ ഉള്ള ഒരു സംവിധാനമല്ല എന്നുള്ളത് കസ്റ്റമർക്ക് അറിയില്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കുക. ഒപ്പം തന്നെ നമ്മുടെ സലൂണിലെ ആളുകൾ അവരെ കൺസൾട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഇനി എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറയാം. പലരും വിളിച്ചിട്ട് പറയുന്നുണ്ട് കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ട് ചില നമ്മുടെ ലോറിയലിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലൂ കളറിൽ വരുന്ന മാസ്ക് ഉണ്ട്. ആ മാസ്ക് വെച്ചിട്ട് സ്പാ ചെയ്തിട്ട് ഇത് കെരാറ്റിൻ സ്മൂത്തനിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് വിടുന്നു എന്നൊക്കെ പലരും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ്സിനാണ് നന്നാവുക. ഒരിക്കലും ഈ വക കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ അതുപോലെ തന്നെ കെരാറ്റിൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക. നിങ്ങളുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അവർ കയ്യിൽ കിട്ടുന്ന ഷാമ്പൂ ഉപയോഗിച്ച് യൂസ് ചെയ്യും, അവസാനം മുടി പെട്ടെന്ന് ഡാമേജായി പോവും. അത് അവസാനം കംപ്ലയിൻറ്റ് പറയാം സലൂണിൽ പോയി ചെയ്തിട്ട് സംഭവം ശരിയായില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണറും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണ കാര്യത്തിൽ യാതൊരു മടിയും വിചാരിക്കരുത്. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഷാമ്പൂ എടുത്ത് കൊടുക്കുകയും ചെയ്യരുത്. പിന്നെ സമീപത്തായിട്ട് ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് സ്മൂത്തനിങ് വിത്ത് കെരാറ്റിൻ. എന്താണെന്ന് എനിക്കറിയില്ല. പലരും ഒരു ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൂടുതൽ വാങ്ങിക്കാനുള്ള ചില വിദ്യകൾ, അതിനാദ്യം എന്ത് പറയും, നിങ്ങൾ ആദ്യം നമുക്ക് സ്മൂത്തൻ ചെയ്യാം എന്നിട്ട് കെരാറ്റിൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്മൂത്തനിങ്ങിൻ്റെ പൈസ മേടിക്കും, കെരാറ്റിൻ്റെ പൈസ മേടിക്കും. എന്തിനാ വെറുതെ ആ പണിയെടുക്കുന്നത്? ഒന്നാമത് നമ്മളൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ചുരുങ്ങിയത് ഒരു 3 ആഴ്ചത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു മാസത്തെങ്കിലും ആ മുടി സെൻസിറ്റീവ് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് അതൊന്ന് എന്താ പറയുക, അതാ വളരെ ഇപ്പം നമ്മളൊരു രോഗീനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ആഴ്ചത്തേക്കെങ്കിലും ശ്രദ്ധിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ആ മുടി വളരെ ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടി അതിന് പ്രോപ്പറായിട്ടുള്ള ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ കൊടുത്ത് നമ്മൾ ഇനി അതിൽ തൽക്കാലം മടക്കി വെക്കരുത്, 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ മുടി കെട്ടാവുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്ന അവരെ വീണ്ടും അതിന് മുകളിലേക്ക് അടുത്തൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റും ഈ ഹീറ്റും കാര്യങ്ങളും ഒക്കെ കൂടി ചെല്ലുമ്പോൾ മുടി വീണ്ടും ഡാമേജ് ആവും, മുടി പൊട്ടിപ്പോവാൻ തുടങ്ങും. അതായത് മുടി ഓവർ പ്രോസസ്ഡ് ആവും, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പണിയെടുക്കുമ്പോൾ ആ മുടി പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കെരാറ്റിൻ വിത്ത് സ്മൂത്തനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം സ്മൂത്തനിങ് ചെയ്യും, പിന്നെ കെരാറ്റിൻ ചെയ്യും, മുടി അവരുടെ നശിപ്പിച്ച് കളയരുത്. ക്ലയൻറ്റ് അതുപോലെ തന്നെ വരുന്ന ആളുകളോട് അവരുടെ ആവശ്യം നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോൾ നമുക്കറിയാം നിലവിൽ ഏത് ടൈപ്പുള്ള ഹെയർ ആണെങ്കിലും ആ ഹെയറിൻ്റെ ബോണ്ട്, അതിൻ്റെ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കൈയും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഗതി പ്ലാസ്റ്റർ ഇട്ട് ഇത്ര സമയം കഴിയുമ്പോൾ അത് സ്ട്രെയിറ്റ് ആവും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ മുടിയുടെ ഘടനയെ തകർത്തിട്ട് അതിനെ ഒരു ന്യൂട്രലൈസർ എന്ന് പറയുന്ന സംഭവം രണ്ടാമത് അപ്ലൈ ചെയ്തിട്ട് അതിനെ ആ ഫുൾ സ്ട്രെയിറ്റ് ലുക്കിലേക്ക്, ഒരു പുതിയ ലുക്കിലേക്ക്, പുതിയ ഒരു രീതിയിലേക്ക് ഉടച്ച് വാർക്കുകയാണ്. അതേ സമയത്ത് കെരാറ്റിൻ ചെയ്യുമ്പോൾ നമ്മൾ നിലവിലിപ്പോൾ നമ്മുടെ ഹെയറിൽ ഉണ്ടാവുന്ന എന്താ പറയുക പോസ് അതിനെയൊക്കെ ഫില്ല് ചെയ്ത് കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വെച്ച് ഫില്ല് ചെയ്ത് മുടിയുടെ ആ സ്വാഭാവികമായ തിളക്കവും ആ സ്വാഭാവികതയും ഫ്രിസ്നെസ്സൊക്കെ മാറി വളരെ മാനേജ് ചെയ്യാൻ കഴിയുന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളാരും
ഈ പറഞ്ഞതുപോലെ ക്ലയൻറ്റിനെ കെരാറ്റിൻ വന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതില്ലാത്തതുകൊണ്ട് സ്ട്രെയിറ്റൻ ചെയ്യരുത്, അല്ലെങ്കിൽ സ്പാ ചെയ്തിട്ട് ഇതാണ് കെരാറ്റിൻ എന്ന് പറഞ്ഞ് വിടരുത്. ദയവ് ചെയ്ത് നിങ്ങൾ കുറേയേറെ ആളുകൾ ഇങ്ങനെ ഒരു പരാതി, അല്ലെങ്കിൽ പരാതിയല്ല, നമ്മളോട് സംശയം ചോദിക്കുന്നത്, എന്നോട് പരാതി പറയാനും ആരുമല്ലല്ലോ, പക്ഷേ അവരിത് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ വളരെ ക്ലിയറായിട്ട് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. പലരുടെ ആളുകളുടെയും വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തെറ്റിദ്ധാരണ സ്ട്രൈറ്റനിങ് ചെയ്യുന്നതിന് പകരമാണ് കെരാറ്റിൻ. സ്ട്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് അതിന് പകരം കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല, അതുകൊണ്ട് കെരാറ്റിൻ ചെയ്താൽ മതി. ഇങ്ങനെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അതൊന്നും ചെയ്യാതെ കസ്റ്റമറോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒരു കാര്യം കുറേ ആളുകൾ ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് വിളിച്ച് ചോദിക്കണ കാരണം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് അവസാനിപ്പിച്ചിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞതിൽ എന്നാൽ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ ഒറ്റ വരിയിലൂടെ എഴുതാവുന്ന കാര്യങ്ങളാണെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഗൂഗിളിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. ഇൻസ്റ്റഗ്രാമിൽ മിഡാസ്ബെautymart കൊച്ചി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും കിട്ടും. നമ്മുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അതിലൊക്കെ നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സമയം പോലെ പറഞ്ഞു തരാൻ പറ്റും. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ നിങ്ങൾക്കത് സഹായിക്കും. ഒപ്പം ഞങ്ങൾക്ക് ഒരു പ്രചോദനം കൂടിയാവും നമ്മുടെ വീഡിയോ കൂടുതൽ ക്ലിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ വീഡിയോകൾ ചെയ്യാനും. എന്തായാലും ഇതുവരെ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് വളരെ ആശാവഹമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സമയം കണ്ടെത്തി വീഡിയോ ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണുള്ളൂ തൽക്കാലം. ഞങ്ങളുടെ ക്യാമറാമാൻ നൗഫലിനൊപ്പം ബൈ.